മരിച്ചുപോയവരുടെ ഖബർ വിശാലമാക്കി തരണേ അല്ലാന്ന് നിരന്തരമായി ദുആ ചെയ്യാറുണ്ടല്ലേ? എന്നാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം നമ്മൾ ദുആ ചെയ്യേണ്ടത്, പടച്ചവനെ ഈ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ അവരുടെ മനസ്സൊന്ന് വിശാലമാക്കി തരണേ അല്ലാന്ന് നമ്മൾ ദുആ ചെയ്യണം. എന്താണെന്ന് നിങ്ങൾ ഒരു വേള ചിന്തിക്കുന്നുണ്ടാവും. ഇന്ന് എൻ്റെ പരിചയത്തിലുള്ള ഒരു സാധുവായ മനുഷ്യൻ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ആ ഭാഗത്ത് ഒരു 3-4 പാവപ്പെട്ട കുടുംബമാണ് ജീവിക്കുന്നത്. ഒരാൾക്ക് മാത്രം നടന്നു പോകാനുള്ള വഴിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ സമീപത്തൊക്കെ അത്യാവശ്യം സാമ്പത്തികമായി ഉന്നമനത്തിലുള്ള ആളുകളുടെ വീടുണ്ട്. അവരെല്ലാം ഈ മതിൽ എത്രത്തോളം ഈ വഴിയിലേക്ക് ഇട്ട് കെട്ടാമോ അത്രത്തോളം തള്ളിയിട്ട് കെട്ടിരിക്കുകയാണ്. ഇതൊന്നുമല്ല പ്രശ്നം. ഈ പാവപ്പെട്ടവൻ്റെ മയ്യത്ത് ആളുകൾ പ്രയാസപ്പെട്ട് ഈ ഒരു വഴിയിലൂടെ കൊണ്ടുവരാണ്. വലിയ പ്രയാസം ഈ മയ്യത്ത് കൊണ്ടുവരാൻ. ഈ മയ്യത്ത് ഒരു പ്രത്യേക ഭാഗത്തെത്തിയപ്പോഴേക്കും പിന്നെ തിരിയുന്നില്ല, വളമാണ് അവിടെ. ആ മയ്യത്ത് തിരിയുന്നില്ല. ഒരുപാട് പണിപ്പെട്ട് ഒരു 10-15 മിനിറ്റ് എടുത്തതിന് ശേഷം അവസാനം ഈ മതിലിൻ്റെ മുകളിലൂടെയാണ് ഈ മയ്യത്ത് അവിടെ കുടുങ്ങിപ്പോയി. മതിലിൻ്റെ മുകളിലൂടെയാണ് മയ്യത്ത് ഇങ്ങനെ പൊക്കി ഉയർത്തിയത്. ഈ കുടുങ്ങിയ സ്ഥലം ഉണ്ടല്ലോ, ഏറ്റവും അധികം ഈ വഴിയിലേക്ക് തള്ളിയ മതിൽ ഇടുങ്ങിപ്പോയ സ്ഥലം, ആ വളവിലുള്ളവൻ്റെ വീട് ഞാനിങ്ങനെ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ ആലങ്കാരികമായിട്ട് പറയുമല്ലോ, ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ടെന്ന് പറയുമല്ലോ എന്ന് പറയുന്നത് പോലെ 2 വലിയ ലോറി കിടക്കുന്ന വീടാണ്. ഒരു ഇഞ്ച് ഭൂമി, ഒരു മുഴം ഭൂമി വിട്ടുകൊടുത്താൽ ഏതെല്ലാം മനുഷ്യർക്ക് സുഖമായിട്ട് നടന്നു പോകാം. എടാ, ജീവിച്ചിരിക്കുന്നവർക്ക് നടക്കാൻ നീ ഒന്നും വഴി കൊടുക്കുന്നില്ല. മരിച്ചു പോയവരുടെ ജനാസയെങ്കിലും കൊണ്ടുപോകാൻ ഈ സ്ഥലത്ത് കൊടുക്കുക. ഇതൊക്കെ എങ്ങോട്ട് കെട്ടിപ്പൂട്ടി കൊണ്ടുപോകാൻ പോവാണ്? ഇതെല്ലാം കഷത്ത് വെച്ച് ഇതിൻ്റെ ആധാരമായിട്ട് എവിടെ പോകാൻ പോണത്? ഈ മനുഷ്യന്മാർ എത്ര പേര് പ്രാകുന്നുണ്ടാകും? എത്ര പേര് ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു വേള മനസ്സുകൊണ്ട് ശപിച്ചിട്ടുണ്ടാകും ആ മയ്യത്ത് കൊണ്ടുപോകാൻ കഴിയാതെ? ഇങ്ങനെ നീയൊക്കെ മനുഷ്യർക്ക് വഴിവിട്ടു. ഇത് ഒരുപാട് സ്ഥലത്തുണ്ട് ഈ പ്രശ്നം. ഒരുപാട് സ്ഥലത്ത് ഇല്ലായ്മക്കാരൻ താമസിക്കുന്ന സ്ഥലത്ത് വഴിവിട്ട് 1 ഇഞ്ച് ഭൂമി വിട്ടു കൊടുക്കില്ല. എങ്ങനെ? സ്വന്തമായിട്ട് കോടിക്കണക്കിന് സ്വത്തുണ്ടായാലും കുടുംബപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഓഹരി ഒരു 1/2 സെന്റ് ഭൂമിയെങ്കിലും വിട്ടുകിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനുവേണ്ടി കലഹം ഉണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കി കാലങ്ങളോളം മിണ്ടാൻ പരസ്പരം സലാം പറയാൻ നടക്കുന്ന അത്രയും ഇടുങ്ങിയ മനസ്സുള്ള ആളുകളാണ്. എന്നാൽ ഈ മനുഷ്യരാരും നിസ്കാരവും നോമ്പും ഹജ്ജും ഉംറയൊന്നും ഇല്ലാത്തവരൊന്നുമല്ല. എല്ലാം ഉള്ളവന്മാർ തന്നെ. ദീനൊന്നും ഒരു കുറവില്ല. പക്ഷേ വിട്ടുവീഴ്ചക്ക് അവരും തയ്യാറല്ല. തൻ്റെ മുതൽ ഒരു രൂപ മുതൽ നഷ്ടപ്പെടുന്നതിന് ആരും തയ്യാറാകത്തില്ല. അതാണ് പിന്നെ എന്തിനാണ് ഈ ദീനുമായിട്ട് നടക്കുന്നത്? പിന്നെ നമ്മൾ എന്തിനാണ് ഇതുകൊണ്ട് ഈ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ നടക്കുന്നത്? ഒരു മുസൽമാൻ ഏറ്റവും അധികം വേണ്ടത് വിശാലമായ ഹൃദയമാണ്, വിട്ടുവീഴ്ച മനോഭാവമാണ്. ആർക്കാണെന്ന് പറഞ്ഞാലും ഇപ്പം നമ്മൾ എന്തെല്ലാം കെട്ടിക്കൂട്ടിയാലും ഇപ്പം വിട്ടുകൊടുക്കാൻ ആഗ്രഹമില്ലെങ്കിലും വിട്ടുകൊടുക്കാൻ ആഗ്രഹമുള്ളൊരു സമയം വരുമല്ലോ. ആ സമയം ഒന്ന് നേരത്തെ ആയാലും എത്ര ഗുണമായിരിക്കും. ആ സമയത്ത് പിന്നെ പറയേണ്ടി വരുന്നില്ല. സ്വതക്ക, ഈ മരണമാസന്നമാകുന്ന സമയത്ത് നമ്മൾ പറയുന്നത്, പടച്ചവനെ ഞാൻ സ്വതക്ക ചെയ്യാം, ഫഅകുമിന സ്വാലിഹി, ഞാനെങ്ങനെ സ്വാലിഹീങ്ങളിൽ പെടാമെന്ന് നമ്മൾ പറയും. ആ സമയത്ത് മനുഷ്യന്റെ മനോഭാവം എന്താ? ഇനി എനിക്കൊന്നും വേണ്ട, എല്ലാം വിട്ടുകൊടുത്തേക്കാന്നാ. എടാ, ഇത് ജീവിച്ചിരിക്കുമ്പോൾ ഈ മനോഭാവം ഉണ്ടെങ്കിലോ പിന്നെ നിനക്ക് അവിടെ സങ്കടം പറയേണ്ട കാര്യമില്ല. നീ സ്വാലിഹായില്ലേ? അവിടെ നീ സ്വാലിഹായി, പിന്നെ നിനക്ക് സങ്കടം വരത്തില്ല. നീ നല്ലവനാകേണ്ടത് മരണമാസന്നമാകുന്ന സമയത്തല്ല, അതിനു മുമ്പേ തന്നെ നിനക്കെല്ലാം വിട്ടുകൊടുക്കാനുള്ള മനോഭാവം ഉണ്ടെങ്കിൽ പിന്നെ നിനക്ക് എന്ത് പേടിക്കാനാണ്? ഈ കെട്ടിപ്പൊട്ടി എങ്ങോട്ടായി വെക്കുന്നത്? ഒരു മനുഷ്യന്റെ മയ്യത്ത് പോലും കൊണ്ടുവരാൻ പറ്റാത്ത രൂപത്തിലേക്ക് വഴി ഇടുക്കി നിന്റെ ഹൃദയം ഇടുങ്ങിയ മനസ്സുമായി നീ ഏത് സ്വർഗം കാമിച്ചിട്ടാണ് നീ പള്ളിയിൽ പോയി സുജൂദ് ചെയ്യുന്നത്? നിസ്കരിക്കാത്തവനും നിസ്കരിക്കുന്ന നീയും തമ്മിൽ എന്ത് വ്യത്യാസമാണ്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്നെ കേൾക്കുന്ന മനുഷ്യരോടാണ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം വിശാലമാകണം. നിങ്ങളുടെ ഹൃദയം വിശാലമാകുമ്പോൾ നിങ്ങളുടെ പരിസരങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർക്ക് വീട്ടിലേക്ക് പോകാനുള്ള വഴികൾ വിശാലമാക്കി കൊടുക്കണം. ഇതൊന്നും കൊണ്ട് നമ്മൾ പോകില്ല. ആ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ വിട്ടുകൊടുത്താൽ, അവൻ സന്തോഷത്തോടുകൂടി പോയാൽ, അവൻ്റെ യാത്ര സുഗമമായാൽ, അവൻ്റെ കാര്യങ്ങളെല്ലാം എളുപ്പമായാൽ, അത് നിങ്ങൾക്കൊരു ഉസ്താദ് പറയുന്നത് എത്ര ഗൗരവമുള്ള വിഷയമാണ്. ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഉസ്താദിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാഴ്ച വിശദീകരിക്കുമ്പോൾ, ഇങ്ങനെ എത്ര നാടുകളുണ്ടെന്നറിയോ? ഒരു ചെറിയ ഒരു കരുണ പോലും ഇല്ലാത്ത ആളുകൾ അവരവരുടെ സ്ഥലത്തിൻ്റെ വലുപ്പം കൂട്ടാൻ വേണ്ടി, അല്ലേ, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കാത്തവൻ ആകാശത്തുള്ളവർ കരുണ കാണിക്കില്ല. പിന്നെ ഒരുപാട് ഹജ്ജും ഉംറയും ഒരുപാട് പള്ളിയെ കെട്ടാൻ സഹായിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഒരു അല്പം സ്ഥലം വിട്ടുകൊടുത്താൽ, അത് പറയുന്നവരുടെ വീട് നോക്കുമ്പോൾ വലിയ കളിക്കാൻ വരെയുള്ള സ്ഥലങ്ങൾ വരെയുള്ള വലിയ വിശാലമായ സ്ഥലം ഒരല്പം നീക്കി കെട്ടിരുന്നെങ്കിൽ ആ കമ്പൗണ്ടൊക്കെ ആ പാവപ്പെട്ടവർ ആ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അവർക്ക് എത്ര സൗകര്യമാകുമായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ ചില ആളുകളുണ്ട്, പാവങ്ങളായ ആളുകൾ വലിയ പ്രയാസത്തിലേക്ക് കഴിയുമ്പോൾ അവർക്കുള്ള സങ്കടങ്ങൾ, പ്രയാസങ്ങൾ പലരോടും പറയും. പലരോടും പറഞ്ഞ് അതിനൊരു പരിഹാരം കിട്ടാതിരിക്കുമ്പോൾ പല ആളും അവസാനം എന്ത് ചെയ്യാൻ പറ്റാത്ത അവസാനം ജീവൻ വരെ ഒടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പിന്നെയാണ് എല്ലാവരും എഴുന്നേറ്റ്
ഓ എന്തിനാണ് ഞങ്ങൾ ഉണ്ടായിരുന്നില്ല, അവരുണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് ഒരാൾ മരണപ്പെട്ടു പോയാലോ നേരെ വീട്ടിലേക്ക് വരും, ജനങ്ങളുടെ മുമ്പിൽ കാര്യങ്ങളൊക്കെ പറയും. ആ മക്കളെ ഞാൻ ഏറ്റെടുക്കാം, ഞാൻ ഏറ്റെടുക്കാം, ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ മയ്യത്ത് മറമാടെ ആ മയ്യത്തിൻ്റെ 3ൻ്റെയും 7ൻ്റെയും ഫാത്തിഹയ്ക്ക് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കാൻ ഒരു മനുഷ്യന് പോലും ഉണ്ടാവില്ല. ജനങ്ങളുടെ മുമ്പിൽ വലിയ വിഷയങ്ങളും പറയാൻ, വലിയ വലിയ ആ കാര്യങ്ങൾ പറയാനൊക്കെ ആളുകൾ ഉണ്ടാകും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ അള്ളാഹു ഇതൊക്കെ കാണുന്നുണ്ട്, അള്ളാഹു കേൾക്കുന്നുണ്ട് എന്ന് പഠിച്ച അല്ലേ നരകമുണ്ടെന്നും സ്വർഗമുണ്ടെന്നും ഇത് പാടില്ലാത്ത കാര്യമാണ്, ഒരാൾക്ക് വഴി സൗകര്യം ചെയ്തു കൊടുക്കൽ വലിയ പുണ്യമുള്ളതാണെന്നും മരിക്കുന്ന വേളയിൽ ഫാസ്വദ്ദക വാക്കുമിന സ്വാലിഹീൻ അല്ലേ, നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകണമെങ്കിൽ, നാം സ്വാലിഹീങ്ങളാകണമെങ്കിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? സ്വതക്കം, ദാനധർമ്മം, കരുണം ചെയ്യുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ അങ്ങനെയാ പറയുന്നത്. ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് അവൻ പറയുന്ന വാക്ക് ഫാസ്വദ്ദക വാക്കുമിന സ്വാലിഹീൻ, ഞാൻ സ്വാലിഹ്യങ്ങൾ പെടാം. അപ്പോൾ സ്വാലിഹ്യങ്ങൾ പെടാൻ വേണ്ടി നിസ്കാരമോ അല്ലെങ്കിൽ ഹജ്ജോ അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട നല്ല ഇത്തികാഫ് അതൊന്നും അല്ല. ഫസ്വദ്ദക, ആവശ്യമുള്ളവർക്ക് അർഹമായത് നൽകുക എന്നുള്ളതാണ്. അതാണല്ലോ സ്വതക്ക. പാവപ്പെട്ടവരെ അവരോട് കരുണയോട് കൂടി പെരുമാറുക എന്നുള്ളതാണല്ലോ. അങ്ങനെ നാം ചെയ്യുമ്പോൾ നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങളാകും. നമ്മുടെ ബിസിനസ്, നമ്മുടെ കച്ചവടം, നമ്മുടെ എന്ത് കാര്യം അതെല്ലാം അള്ളാഹു ഏറ്റെടുക്കും. അതിനൊക്കെ അള്ളാഹു വലിയ പരിഹാരം നൽകും, വലിയ സന്തോഷത്തിലാകും. നോക്കൂ, ഈ മരണപ്പെട്ടു പോയ ഈ 4 മക്കൾ, അതോടൊപ്പം വീട്ടു ജോലി ചെയ്യുന്നവരൊക്കെ, അള്ളാഹു ആ ഉപ്പയുടെ സങ്കടം, ആ കുടുംബത്തിൻ്റെ സങ്കടം നോക്കി എത്ര വേദനജനകമായൊരു വിഷയമാണ്. ആ വാപ്പ ആ മയ്യത്ത് കാണാൻ വരുന്ന ഒരു രംഗം, യാ അള്ളാഹ്. അതോടൊപ്പം ആ ഉമ്മ ഒന്നും സംസാരിക്കുന്നില്ല എന്നാ പറയുന്നത് കേട്ടെ. എങ്ങനെ സംസാരിക്കും? രാവിലെ മക്കളെ എഴുന്നേൽപ്പിച്ച് അവർക്കുള്ള സ്കൂൾ ബാഗെല്ലാം ഒരുക്കി കിടത്തുന്ന ഉമ്മ ഒറ്റ ദിവസം 4 മക്കൾ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ ഉമ്മയുടെ മാനസിക അവസ്ഥ എങ്ങനെ ആയിരിക്കും? ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതം, ഇത്രയേ ഉള്ളൂ. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നാം ഖബറിൽ കൊണ്ടുപോകാനുണ്ടോ എന്ന് ചോദിക്കും പരിഹസിക്കുന്നവരുണ്ട്. എന്നാൽ ഇതൊക്കെ വലിയ പാഠമാണ് അള്ളാഹു നൽകുന്നത്. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ഈ ചെറിയ ജീവിതത്തിൽ എല്ലാവരോടും സ്നേഹിച്ചും സഹകരിച്ചും സ്നേഹത്തോടു കൂടി നല്ലൊരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ കുടുംബത്തിൻ്റെ ഒരവസ്ഥ അല്ലേ, എത്ര സങ്കടമാണ്. നമുക്ക് ഈ വാർത്ത കേട്ട് സഹിക്കാൻ പറ്റിയില്ല, നമുക്ക് കരഞ്ഞുപോയി വാർത്ത. ആ മണ്ണിലെത്തിയവർ ഒരിക്കലും കരയാതിരിക്കില്ല. ഒരു തുള്ളി കണ്ണീര് വരാതെ ആ മയ്യത്ത് കണ്ട് തിരിച്ചു വരാൻ പറ്റൂല. ആ വാപ്പയുടെ ഒരു മുഖം നോക്ക്, ആ ഉമ്മയുടെ ഒരു അവസ്ഥ നോക്ക്. നമുക്കിത്, ചില ആളുകൾക്ക് ഇതും നിസ്സാരമാണ്. സ്വന്തം കുടുംബത്തിലേക്ക് സംഭവിക്കുമ്പോഴാണ് അതിൻ്റെ ആഘാതം അറിയുന്നത്. ഇത്രയുള്ള മനുഷ്യൻ്റെ അവസ്ഥ, രാവിലെ പോയവൻ തിരിച്ചു വരുന്നത്, ഇങ്ങനെ പെട്ടെന്നുള്ള മരണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം നാം നന്നാവുക, നമ്മുടെ ഹൃദയം വിശാലമാക്കുക, മറ്റുള്ളവർക്ക് നമുക്ക് കഴിവിൻ്റെ പരമാവധി എന്തെങ്കിലും അവർക്ക് സൗകര്യമുണ്ടെങ്കിൽ, അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവർക്ക് എന്തെങ്കിലും അവരോട് കരുണ ചെയ്യുക. ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ ആളുകൾ ഓരോന്ന് വരിക. എത്ര ആളുകൾ സാമ്പത്തികമായ പ്രയാസം കൊണ്ട്, ഒരുപാട് ദുരന്തങ്ങളെ കൊണ്ട് ജീവനൊടുക്കിയവരൊക്കെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും പൊരുത്തു കൊടുക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഭൂമിയുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ള റബ്ബ് നമ്മോട് കരുണ കാണിക്കുമെന്നാണ് ഈ ഉസ്താദ് പറഞ്ഞ് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. എൻ്റെ പ്രേക്ഷകരിലേക്ക് ഇതൊന്ന് എത്തിക്കണമെന്ന് തോന്നി, സന്തോഷം കൊണ്ട്. ഇതുകൊണ്ട് കാരണം ഫദക്കിർ തംഫഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കുമെന്നാണ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തൽ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.